രാജേഷ് ഏട്ടാ, ഞാനത് ഗ്രൂപ്പിൽ ഇട്ടത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ടിയിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ ഇട്ടതല്ല. നിങ്ങൾക്കറിയാലോ, ഞാനും കുറെ കാലമായിട്ട് നടക്കുന്ന തന്നെയാ. ഞാനും സഖാവിന്യ, എന്റെ അച്ഛനും സഖാവിന്യ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഗ്രൂപ്പിൽ ഇത് ഇട്ടത് എന്തിനാന്ന് വെച്ചാല്, പിന്നെ സഖാവ് വരുന്ന സമയത്ത്, സഖാവ് ടീച്ചർ വരുന്ന സമയത്ത് നമ്മളെല്ലാം വടകര പോയ ആളുകളാണ്. ഇതുപോലെ ഇന്നത്തെ ദിവസത്തെ പോലെ ഒരു പരിപാടി നമുക്ക് കാണിക്കാൻ പറ്റിയ, നമ്മൾ വെറുതെ നാദാപുരം മേഖല, വടകര മേഖല നമ്മളെ ചെങ്കോട്ടയാണെന്നും പറഞ്ഞിട്ട് നടക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റി? ഇന്ന് മറ്റുള്ള ആളുകൾ, മറ്റ് പാർട്ടിന്റെ, ലീഗിന്റെയും കോൺഗ്രസിന്റെ എല്ലാം ആൾക്കാർ വടകര കാട്ടിവെച്ചത് നിങ്ങൾ കണ്ടില്ലേ? വടകര അങ്ങനെ തന്നെ ജനസാഗരമായിട്ട് നിൽക്കുകയല്ലേ. ഇത് എന്തുകൊണ്ട് ഞമ്മക്ക് പറ്റിയില്ല? ടീച്ചർ വരുന്ന സമയത്ത്, സഖാവ് വരുന്ന സമയത്ത് നമ്മളെല്ലാം പോയ ആളുകളാണ്. നമ്മളൊക്കെ ഇവിടുന്ന് പിരിവെടുത്ത് എല്ലാ സംഭവവും ചെയ്തിട്ട് സഖാക്കന്മാരെല്ലാരും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ചു പോയതല്ലേ. അന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 4 പൂച്ചണ്ട് ആകാശത്ത് പടർത്തിയിട്ട് ജയും ഇംഗിലാവും വിളിച്ചിട്ട് വരാനേ നമുക്ക് പറ്റിക്കുള്ളൂ. ഇത് ഞാൻ വിമർശിക്കുന്നതല്ല, നമ്മളെ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടിട്ട് പറയുന്നതാണ്. നിങ്ങള് പിന്നെ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം വെറും പിരിവെടുക്കുക മാത്രം പോരാ, പാർട്ടി സംഘാടനമാണോ ഇത്? എന്തെന്നാ ഇത്? വടകര അങ്ങനെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞ രൂപത്തിലല്ലേ ഇന്ന് ഒരു പരിപാടി നടത്തിയത്. ഇത് കണ്ടു നിൽക്കുക ഞമ്മക്കാകുന്നുണ്ടാ? ഇതെന്തൊരാളാ ഇത്? ഇതേതാ ആള്? ഇത്രയും ആളുകൾ കോൺഗ്രസിന്റെ അടുത്തും UDF അടുത്തും മുസ്ലിം ലീഗിന്റെ അടുത്തും ഉണ്ടാ? ഏടുന്ന ഇങ്ങനെ വന്നാന്ന് എനിക്ക് തിരിയുന്നില്ലേ രാജേഷ് ചേട്ടാ?